നമസ്കാരം. രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീരാമദേവൻ്റെ പത്നിയാണ് സീതാദേവി. ലക്ഷ്മീദേവി തൻ്റെ യോഗമായ ശക്തി കൊണ്ട് ഭൂമിയിൽ അവതരിച്ചതാണ് സീതാദേവി. ജനക മഹാരാജാവ് തൻ്റെ യാഗശാലയ്ക്ക് വേണ്ടി സ്വയം നിലമുഴുതപ്പോൾ ആ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ ശിശുവാണ് സീതാദേവി. ഉഴവുചാലെന്ന വാക്കിന് സംസ്കൃതത്തിൽ സിതം സിത എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അതിനാൽ ആ സിതത്തിൽ നിന്ന് കിട്ടിയ കുട്ടിക്ക് സീതാദേവി എന്ന് ജനക മഹാരാജാവ് നാമകരണം ചെയ്തു. കൂടാതെ മിഥിലയിലെ രാജകുമാരി ആയതിനാൽ ദേവിക്ക് മൈഥിലി എന്നും നാമമുണ്ട്. പിന്നെ ജനക മഹാരാജാവിൻ്റെ പുത്രിയായതിനാൽ ജനകജ, ജാനകി എന്നെല്ലാം സീതാദേവിയെ വിളിക്കുന്നു. പിന്നെ രാമായണത്തിൽ പറയുന്ന പോലെ സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും. എല്ലാ സ്ത്രീലിംഗവാചകവും ജാനകീദേവിയുടെ നാമങ്ങളാണ്. അപ്പോൾ നമുക്ക് ശ്രീരാമദേവനെയും ലക്ഷ്മി ദേവിയായ സീതാദേവിയെയും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സീതാരാമന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.